ജന്നത്ത് കെ ബച്ചെ ഇതൊരു ഫിൽമി ലേഖാണ്. വിവേക് മെഹ്തയാണ് ഇതിൻ്റെ ഓഥർ. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം. बचपन में मेरा एक बहुत ही अच्छा दोस्त हुआ करता था, समीर नाम का. पता नहीं कहाँ है वो आजकल, पर हाल ही में जब मैंने एक फ़िल्म देखी तो उससे जुड़ी कुछ यादें मेरे जहन में ताज़ा हो गई. उन यादों के बारे में बताने से पहले इस फिल्म के बारे में बताता हूँ. ബച്പൻ മേ കുട്ടിക്കാലത്ത് മേര ഏക് ബഹുത് ഹി അച്ഛാ ദോസ്ത് ഹുവാ കർത്താ താ. കുട്ടിക്കാലത്ത് എനിക്ക് വളരെ നല്ല ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. സമീർ നാംക, സമീർ എന്നു പേരുള്ള ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. പതാ നഹി കഹാം ഹേ വോ ആജ്കൽ, ആജ്കൽ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് അറിയില്ല. പർ ഹാൽ ഹി മേ പക്ഷേ ഈയിടെ, ജബ് മേനെ ഏക് ഫിലിം ദേഖി തോ ഞാൻ ഈയിടെ ഒരു ഫിലിം കണ്ടപ്പോൾ, ഉസ്സേ ജുഡി കുച്ച് യാദേം സെഹ്ന മേ താസ ഹോ ഗയി അവനുമായി ബന്ധപ്പെട്ട കുറച്ച് ഓർമ്മകൾ വന്നു, അവൻ്റെ ഓർമ്മകൾ എനിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഉൻ യാദോം കെ ബാരെ മേ ബതാനെ സെ പെഹലെ ആ ഓർമ്മകളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈസ് ഫിലിം കെ ബാരെ മേ ബതാതാ ഹൂം ഈ ഫിലിമിനെ കുറിച്ച് പറയുന്നു. ഈസ് ഫിലിം കാ നാം ഹേ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഈ ഫിലിമിൻ്റെ പേരാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ, യാനി ജന്നത്ത് കെ ബച്ചെ. ജന്നത്ത് എന്ന് വെച്ചാൽ സ്വർഗം എന്നാണ് അർത്ഥം. യഹ് ഏക് ഇറാനി ഫിലിം ഇതൊരു ഇറാനി ഫിലിമാണ്. इस फिल्म के मुख्य किरदार है अली और साहरा नाम के दो बच्चे. इस फिल्म के ഈ ഫിലിമിലെ മുഖ്യ കിർദാർ എന്ന് വെച്ചാൽ മുഖ്യ കഥാപാത്രങ്ങളാണ് അലിയും സാഹിറയും. ഫിലിം ശുരു ഹോത്തി ഹേ ബാസാർ കെ ഏക് ദൃശ്യ സെ. ബാസാർ എന്ന് വെച്ചാൽ മാർക്കറ്റ്, മാർക്കറ്റിലെ ഒരു ദൃശ്യത്തോടെയാണ് ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. യഹാം അലി അവിടെ അലി ഏക് മോച്ചി കി ദുക്കാൻ പർ ഒരു ചെരുപ്പ് കുത്തിയുടെ കടയിൽ നിന്നിട്ട് അപ്നി ബഹൻ സ്വന്തം അനിയത്തിയുടെ സഹോദരിയുടെ സാഹിറ എന്നാണ് പേര്, സ്വന്തം അനിയത്തിയായ സാഹിറയുടെ പുരാനെ ജൂത്തെ പഴയ ചെരുപ്പ് മർമത്ത് കർവാ രഹാ ഹെ കേടുപാട് തീർക്കുകയാണ്. ആ സീനോട് കൂടിയിട്ടാണ് ഈ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അലി മോച്ചിയുടെ ദുക്കാനിൽ നിന്നിട്ട് അനിയത്തി സാഹിറയുടെ ചെരുപ്പ് കേടുപാട് തീർക്കുന്നു. ആകെ ഹോത്തായും ഹേക്കി പിന്നീട് എങ്ങനെയാണ് കി ഗർ ആത്തേ സമയ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഗലത്തീസെ അബദ്ധത്തിൽ ബേ ജൂത്തെ ആ ഷൂസുകൾ എന്ത് സംഭവിക്കുന്നു, അലീസെ അലിയുടെ കയ്യിൽ നിന്നും ഗോ ജാത്തേ ഹെ നഷ്ടപ്പെടുന്നു. വേ പരേഷാൻ ഹോത്താ ഹെ അവനാകെ വിഷമിക്കുന്നു. ബഹൂത് ഡൂണ്ട്താ ഹെ പർ ജൂത്തേ നഹി മിൽത്തെ അവൻ കുറേ അന്വേഷിക്കുന്നു, പക്ഷേ ആ ഷൂസ് കിട്ടുന്നില്ല. ആഖിർകാർ വ ബഡേ ഹി ബുझे मन से अपने घर पहुंचता है जहां साहरा उसका इंतजार कर रही है. ആഖിർകാർ അവസാനം, വ ബഡേ ഹി ബുझे मन से അവൻ വളരെ വിഷമിച്ച മനസ്സോടുകൂടി, ബുझे मन എന്ന് വെച്ചാൽ ദുഃഖിച്ച മനസ്സുമായി ഗർ പഹൂഞ്ചതാ ഹെ വീട്ടിലേക്ക് എത്തുന്നു. ജഹാം അവിടെ, സാഹിറ ഉസ്കാ ഇന്തസാർ കർ രഹി ഹെ സാഹിറ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്തസാർ എന്ന് വെച്ചാൽ പ്രതീക്ഷയാണ്, പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ജൂത്തെ ഗും ഹോ ജാനെ കി ബാത് സുൻകർ വഹ് ഉദാസ് ഹോ ജാത്തി ഹെ. ജൂത്തെ ഷൂസ് ഗും ഹോ ജാനെ കി ബാത് സുൻകർ നഷ്ടപ്പെട്ടു പോയി എന്ന വാർത്ത കേട്ടിട്ട് വ ഉദാസ് ഹോ ജാത്തി ഹെ അവളാകെ വിഷമിച്ചു പോവാണ്. പർ യേ സോച്ച് കർ कि घर में तो नए जूतों के लिए पैसे तो है नहीं और जूते गुमने की बात जानकर अली को सज़ा मिल सकती है. वह अपने अम्मी अब्बू को कुछ नहीं बताती. घर में വീട്ടിൽ നയേ ജൂത്തോം കെ ലിയെ പുതിയ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസേ തോ ഹേ നഹി വീട്ടിൽ പുതിയ ഷൂസ് വാങ്ങാൻ പൈസയില്ല. ഓർ ജൂത്തേ ഗുംനെ കി ബാത് ജാൻകർ ഇനി ഷൂ നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞാലോ, അലിക്കോ സസ മിൽ സക്തി അലിക്ക് എന്ത് കിട്ടും, സസ ശിക്ഷ കിട്ടും. ഈ കാരണങ്ങളൊക്കെ ആലോചിച്ചിട്ട് തന്നെ വ അപ്നെ അമ്മി അബു കോ കുച്ച് നഹി ബതാത്തി അച്ഛനോടും അമ്മയോടും സാഹിറ ഈ കാര്യം പറയുന്നില്ല. കാരണം വീട്ടിൽ പുതിയ ഷൂസ് വാങ്ങാൻ പൈസയും ഇല്ല, പിന്നെ മാത്രമല്ല അറിഞ്ഞാൽ നമ്മുടെ അലിക്ക് ശിക്ഷ കിട്ടും എന്നോർത്തിട്ട്. गैर दोनों आपस में सलाह कर एक तरकीब निकालते हैं कि वे दोनों अली के जूतों को मिल बांध कर इस्तेमाल करेंगे. ഗൈർ എന്ന് വെച്ചാൽ ടീക്ക് ശരി, ദോനോം ആപ്പസ് മേ രണ്ടുപേരും പരസ്പരം സലാഹകർ ഉപദേശിച്ചിട്ട് ഏക്ക് തർക്കീബ് നിക്കാൽത്തേ അതായത് അവരൊരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്, ഒരു ഉപായം കണ്ടുപിടിക്കുകയാണ്. കി വേ ദോനോം രണ്ടുപേരും അലി കെ ജൂത്തോം അലിയുടെ ഷൂസുകൾ മിൽ ബാണ്ട്കർ ഇസ്തേമാൽ കരേങ്ക ഷെയർ ചെയ്ത് ഉപയോഗിക്കാമെന്നവർ തീരുമാനിക്കുകയാണ്. അലി കെ ജൂത്തെ അലിയുടെ ഷൂസ് സാഹിറ കെ ലിയെ സാഹിറയ്ക്ക് തോടെ ബഡേ തോഹെ കുറച്ച് വലുതാണ്, പർ ഇസ്സേക്കിയ
പക്ഷേ കുഴപ്പമൊന്നുമില്ല. തൈ ഹോത്താ ഹേ കി തീരുമാനിക്കുകയാണ് അവർ. പെഹലെ ആദ്യം സാഹിറ സുബഹ് കെ സമയം സാഹിറ രാവിലെ ജൂത്തെ പഹൻകർ ഈ ഷൂസ് ഇട്ടിട്ട് സ്കൂൾ ജായേഗി സ്കൂളിലേക്ക് പോകും. ഓർ ഫിർ ദോപഹർ കെ സമയം പിന്നീട് ഉച്ചയ്ക്ക് അലി ഇനെ പഹൻകർ അലി ഇതിട്ടിട്ട് സ്കൂൾ ജായേങ്കി. എന്താണ് ആദ്യം രാവിലെ സാഹിറ ഈ ഷൂ ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകും. അതിനുശേഷം അലി ഈ ഷൂ ഇട്ടിട്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ പോകും. അതായിരുന്നു അവർ കണ്ടുപിടിച്ച ഒരു ഉപായം. ലേക്കിൻ ദോനോം കി ബനായി യഹ് തർക്കീബ് ഹർ റോസ് ഹി ഉൻകെ ലിയെ ഏക് നയി പരേശാനി ഗഡി കർ ദേത്തി ഹെ. ലേക്കിൻ എന്നാൽ ദോനോം കി ബനായി യഹ് തർക്കീബ് രണ്ടുപേരും കൂടി ഉണ്ടാക്കിയ ഈ ഉപായം ഹർ റോസ് ഓരോ ദിവസവും ഉൻകെ ലിയെ അവർക്ക് തന്നെ ഏക് നയി പരേശാനി ഗഡി കർ ദേത്തി ഹെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പനെ അമ്മി അബ്ബു ഓർ ടീച്ചറോം സെ അച്ഛനോടും അമ്മയോടും ഓർ ടീച്ചറോം സെ ടീച്ചർമാരിൽ നിന്നും ഈസ് ബാത്തുക്കോ ഈ കാര്യം ചുപ്പാനേക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്ന ജദ്ദോസഹദ് സംഘർഷം അലി ഓർ സാഹിറ കി യേ കഹാനി കൈ സുന്ദർ രാസ്തോം സെ ഗുസർത്തി ഹെ. അതുപോലെയുള്ള കുറേ കാര്യങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. ഫിലിം കി കഹാനി സുന്നേ മേ തോ ബഡി സാധാരൺ ലഗ്തി ഹെ. ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ബഡി സാധാരൺ ലഗ്തി ഹെ വളരെ സാധാരണമായിട്ട് തോന്നും. പർ ജിസ് അസാധാരൺ തരീക്കെ സെ പക്ഷേ ഒരു അസാധാരണമായ ഒരു ഡിഫറൻ്റായിട്ടുള്ള രീതിയിലാണ് ഈസ് കഹാനിക്കോ ഈ കഥയെ നിർദ്ദേശക് ഡയറക്ടർ മാജിദ് മജീദിനെ പർദേ പർ ഉത്താര അയാൾ തിരശ്ശീലയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഡിഫറൻ്റായിട്ടുള്ള രീതിയിലാണ്. ഓ കാബിലെ താരിഫ് അത് പ്രശംസായോഗ്യമാണ്. വേ ഏക് ജാദൂഗർ കി തര അദ്ദേഹം ഒരു മാന്ത്രികനെ പോലെ ദർശകോംകോ ഓഡിയൻസിനെ ഫിലിം കെ ജാദൂസെ ഫിലിമിൻ്റെ മാന്ത്രികതയുമായി ബാന്ദ് കർ രഖത്തെ ഹെ. അദ്ദേഹം ഈ സിനിമയെ ഓഡിയൻസുമായി വളരെ മാന്ത്രികതയോടെ ബന്ധിപ്പിച്ച് വച്ചിരിക്കുകയാണ്. ഒരു മാജിക്കിലൂടെ ഓഡിയൻസിനെ ഈ സിനിമയുമായി ബന്ധിപ്പിക്കുന്നു. ഓർ ഉൻകെ സാത്ത് അതിൻ്റെ കൂടെ യേ സമജ് ബാണ്ട്തേ ഹേ കി ഇതും കൂടി മനസ്സിലാക്കി തരുന്നുണ്ട്. എന്താണ് സെരൂരി നെഹി കി സബ് കുച്ച് ഹോനെ പർ ഹി എല്ലാം ഉണ്ടായിട്ടും ഇൻസാൻ ഖുഷ് ഹോ ഇൻസാൻ മനുഷ്യൻ സന്തോഷമായിരിക്കുമെന്ന് നിർബന്ധം ഇല്ല എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കി തരുന്നു. ബൽക്കി ഏക് ചോട്ടെ സെ ആം ഭാഷാ മേ ഗരീബ് കഹേ ജാനെ വാലെ പരിവാർ മേ ബി റിശ്തെ സുന്ദർ ഓർ ഗഹരെ ഹോ സക്തേ ഹെ. വളരെ ചെറിയ ദരിദ്ര കുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും എന്താണ് അവരുടെ ബന്ധം സുന്ദരവും ഡീപ്പുമായി ആഴത്തിലുള്ളതും ആയിരിക്കും അവരുടെ ബന്ധം. യേ ഇൻസാനി റിശ്തേ ഹി ഈ സുന്ദരമായ മനുഷ്യ ബന്ധം തന്നെയാണ് ഏക് പരിവാർക്ക് ഒരു കുടുംബത്തിനെ സുഖി ഓർ ഖുഷ് ഹോനേക്ക് അസലി കാരണം ഒരു കുടുംബം സന്തോഷവും സുഖവുമായി ജീവിക്കാൻ ഉള്ള യഥാർത്ഥ കാരണം ഈ മനുഷ്യ ബന്ധം തന്നെയാണ്. ചലിയെ ഫിലിം കെ ബാരെ മേ തോ മേനെ അപ്നി ബാത്ത് രഖ് ലി അദ്ദേഹം പറയാണ് ഞാൻ സിനിമയെക്കുറിച്ച് എൻ്റെ കാര്യം രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ സമീർ സെ ജുഡി കുച്ച് യാദേം ബി തുംസെ ബാണ്ട് ലു ഇപ്പോൾ സമീറുമായിട്ടുള്ള കുറച്ച് ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് പറയാണ്. യഹ് ബാത്ത് ഹേ പെഹലി യാ ദൂസരി കക്ഷാക്കി 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. തബ് മേം ഓർ സമീർ ഏക് ഹി സ്കൂൾ മേം പഠാ കർത്തേത് അപ്പോൾ ഞാനും സമീറും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അക്സർ മിക്കപ്പോഴും എന്ത് സംഭവിക്കാറുണ്ട് ഏസാ ഹോത്താ താക്കി കക്ഷാ മേ കബി കിസി കാ പെൻ ഖരാബ് ഹോ ജാത്താ താ തോ കോയി അപ്പനാ പെൻ ഭൂൽ ആത്താ താ ആരെങ്കിലുമൊക്കെ പേന മറന്നു വെച്ച് വരികയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ആരുടെയെങ്കിലും പേന കേടുവരികയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു മിക്കപ്പോഴും. മേരെ സാത്ത് ബി കബി കബി ഐസാ ഹി ഹോത്താ താ എനിക്കും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. अब जब सामने गिरी टीचर हाथ में डंडा लिए इमला लिखवाए तो किसी को भी डर लगेगा അപ്പോഴെന്താണ് സാമനെ ഗഡി മുന്നിൽ നിൽക്കുന്ന ടീച്ചർ ഹാത്ത് മേ ഡണ്ട ലിയെ കയ്യിൽ വടിയെടുത്തിട്ട് ഇംല ലിഖ്വായേത്തോ ഡിക്റ്റേഷൻ എഴുതിപ്പിക്കുകയാണെങ്കിൽ കിസി കോ ബി ഡർ ലഗേഗ ആർക്കായാലും പേടി തോന്നും. പർ മാർ ഖാനെ സെ ബച്ചനെ കെ ലിയെ അടി കിട്ടാതിരിക്കാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹം ദോനോനെ ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യാറുണ്ട് മിൽക്കർ ഒരുമിച്ച് ഏക് തർക്കീബ് നിക്കാലിതി ഞങ്ങളപ്പോൾ രണ്ടുപേരും കൂടി ഒരു പോംവഴി കണ്ടെത്തിയിരുന്നു ഒരു ഉപായം കണ്ടെത്തിയിരുന്നു. ഹം ലോഗ് ജയ്സെ തൈസെ മിൽ ബാണ്ട്കർ ഏക് ഹി പെൻസെ കാം ചലാ ലേത്തേത് ഹം ലോഗ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ജയ്സെ തൈസെ എങ്ങനെയൊക്കെയോ മിൽ ബാണ്ട്കർ ഷെയർ ചെയ്തിട്ട് ഏക് ഹി പെൻസെ ഒരേ പേന കൊണ്ട് കാം ചല ലേത്തേത് കാര്യം നടത്തിയിരുന്നു ഒരു പേന കൊണ്ട് രണ്ടുപേരും കാര്യം നടത്തിയിരുന്നു. ഏക് ലൈൻ വോ അപ്നി കോപ്പി മേ ലിഖ്താത്തോ ദൂസരി മേ ഒരു ലൈനിൽ അവൻ എഴുതും അപ്പോൾ രണ്ടാമത് ഞാൻ എഴുതും. ഒരു വരി അവൻ അവൻ്റെ ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞാൻ
എൻ്റെ ബുക്കിൽ എഴുതും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഇസ്മേൻ തോടി ദിക്കത്ത് തോ ഹോത്തി, ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പർ മസാബി ആത്താത്ത, പക്ഷേ ഒരു രസം ആയിരുന്നു. ഓർ ബി കൈ ചീസേം ദി ജോ ഹം മിൽ ബാണ്ട് കർ ഇസ്തേമാൽ കർത്തേത്, ഇത് മാത്രമല്ല വേറെ ഒരുപാട് സാധനങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, മിൽ ബാണ്ട് കർ ഷെയർ ചെയ്ത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഏക് അജീബ് സി ഹി ഖുഷി മിൽത്തി ദി ഐസേ കർണേമേ, ഒരു വിചിത്രമായ നല്ലൊരു സന്തോഷം കിട്ടിയിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു നല്ല എന്തെന്നില്ലാത്തൊരു സന്തോഷം കിട്ടിയിരുന്നു. യ ഫിലിം ദേഖ് കർ ബി, ഈ ഫിലിം കണ്ടപ്പോൾ മുജെ വൈസേ ഹി ഖുഷി കാ എഹ്സാസ് ഹുവ, ആ ഒരു സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ലേഖകൻ പറയുന്നു.